നടനും ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനും ഒക്കെ ആയിരുന്ന പ്രേംകുമാറിനെ കഴിഞ്ഞ ദിവസം KPCC സംസ്കാര സാഹിതിയുടെ ഉത്സവ് 2026 പരിപാടിക്ക് ക്ഷണിച്ചു കൊണ്ടുപോയി കോട്ടയത്തേക്ക്. ഇവിടെ തിരുവനന്തപുരത്ത് പല CPM നേതാക്കളും ഇദ്ദേഹത്തെ കാണാനും സംസാരിക്കാനും ഒക്കെ തേടി നടക്കുമ്പോൾ പ്രേംകുമാർ അങ്ങ് കോട്ടയത്തായിരുന്നു. പ്രേംകുമാർ അവിടെ പോയി കോൺഗ്രസിനെ ട്രോളി കൊന്നു എന്നതാണ് ഏറ്റവും വലിയ വാസ്തവം. പ്രേംകുമാറിനെ ഇപ്പോൾ കോൺഗ്രസിലെടുത്തിട്ട് കഴക്കൂട്ടത്ത് സ്ഥാനാർത്ഥിയാക്കാം എന്നൊക്കെ ഒരു മോഹം കോൺഗ്രസിനുണ്ട്. KC വേണുഗോപാലുമായി പ്രേംകുമാർ ഇക്കാര്യം സംസാരിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ പാർട്ടി മാറുന്ന കാര്യം, അതായത് CPMന്റെ ലോയൽറ്റി, അനുഭാവം വിട്ടിട്ട് കോൺഗ്രസിലേക്ക് പോകണമോ വേണ്ടയോ എന്ന് പ്രേംകുമാർ ഇതുവരെ തീരുമാനിച്ചിട്ടില്ലെന്നാണ് അദ്ദേഹവുമായി അടുത്ത വൃത്തങ്ങൾ നൽകുന്ന സൂചനകൾ. അതുമാത്രമല്ല, കഴിഞ്ഞ ദിവസം കോട്ടയത്ത് പോയിട്ട് പ്രേംകുമാർ പറഞ്ഞു, ഇതാ സദസ്സിൽ ഇരിക്കേണ്ട ആളുകൾ, കാഴ്ചക്കാരായി ഇരിക്കുന്ന ആളുകളെക്കാൾ എണ്ണ കൂടുതലാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന, വേദിയിൽ ഇരിക്കുന്ന മഹത് വ്യക്തികൾ. ഇത് കോൺഗ്രസിന്റെ ഒരു പരാജയമാണ് എന്ന് അവിടെ പോയി പരിഹസിച്ചിട്ട് വന്നു. സ്വതസിദ്ധമായുള്ള പരിഹാസം അദ്ദേഹത്തിനുണ്ട്. ആ സ്വതസിദ്ധമായ രീതിയിൽ അദ്ദേഹം പറഞ്ഞു, ഇങ്ങനെ ഒന്നുമല്ല കോൺഗ്രസ്, അതിൻ്റെ അകത്ത് കുറച്ചുകൂടി അവധാനത കാത്തു സൂക്ഷിക്കണമെന്ന് അദ്ദേഹം വിമർശിച്ചിട്ട് പോന്നു. അപ്പോൾ മാധ്യമപ്രവർത്തകർ ചോദിച്ചു, പാർട്ടി മാറുന്ന കാര്യം, സ്ഥാനാർത്ഥിയാകുന്ന കാര്യം, അതിലൊന്നും അദ്ദേഹം കൃത്യമായ മറുപടി പറഞ്ഞതുമില്ല. മറ്റൊന്ന് പറഞ്ഞത് വർഗീയതയെക്കുറിച്ചാണ്. വർഗീയത ചെറുത്തു തോൽപ്പിക്കുന്നതിന് ഇടതുമുന്നണിയും വലതുമുന്നണിയും ഒന്നിച്ച് പ്രവർത്തിക്കണമെന്ന രാഷ്ട്രീയ സന്ദേശമാണ് പ്രേംകുമാർ നൽകിയത്. ഒരു പക്ഷേ എങ്കിൽ കേരളത്തിന്റെ മനസ്സ് തന്നെയും അങ്ങനെ തന്നെയാണ്. ഇടതുമുന്നണിയും വലതുമുന്നണിയും വർഗീയത ചെറുത്തു തോൽപ്പിക്കുന്നതിൽ ഒരുമിച്ച് നിൽക്കണം. ഇത് കോൺഗ്രസിന്റെ വേദിയിൽ പറയുമ്പോൾ വർഗീയതയെ കൂട്ടുപിടിക്കുന്ന VD സതീശനെ വിമർശിച്ചതല്ലേ എന്ന് ആരെങ്കിലും ചോദിച്ചാൽ അത് അങ്ങനെ തന്നെ ആയിരിക്കണം എന്ന് പറയാതെ നിർവാഹവുമില്ല. ഏതായാലും പ്രേംകുമാറിനെ ഈ വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്ന് പറയുന്നത് പോലെയാണ്. പ്രേംകുമാറിനെ കൂടെ കൂട്ടിയാൽ കോൺഗ്രസിന് കുറച്ചുകൂടി കരുത്ത് കിട്ടും എന്ന് കരുതിയിരുന്ന നേതാക്കൾക്ക് കരണക്കുറ്റിക്ക് അടി കിട്ടുന്നത് പോലെയാണ് പ്രേംകുമാർ പറഞ്ഞത്. എന്താണ് വേദിയിലെ ഈ തിക്കും തിരക്കും, കോഴിക്കോട് DCC ആഫീസിലെ തിക്കും തിരക്കും വലിയ വിവാദമാവുകയും, എന്തിന് ഏറ്റവും ഒടുവിൽ ഷാഫി പറമ്പിൽ DCC സെക്രട്ടറി പ്രമോദ് കക്കാടിനെ കഴുത്തിന് കുത്തി പിടിച്ചു തള്ളുന്ന സീൻ വരെ കണ്ടിട്ടും അതൊക്കെ സ്നേഹത്തള്ളലാണ് എന്ന് പറഞ്ഞ് ഇരിക്കുന്ന VD സതീശന് മുന്നിൽ പ്രേംകുമാർ പോയിട്ട് ഇക്കാര്യം പറഞ്ഞാൽ എവിടെ എന്ത് നടപ്പിലാകാൻ? എങ്കിലും പ്രേംകുമാറിന്റെ അസാമാന്യ ധൈര്യത്തെ അഭിനന്ദിക്കാതെ നിർവാഹമില്ല.